ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇതെൻ്റെ അച്ഛനാണേ. ഇന്നത്തേക്കുള്ള മീനാണ് അച്ഛൻ ഈ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര വീട്ടിൽ അച്ഛന്മാരിങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ അച്ഛൻ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇന്ന പണി ഈ സ്ത്രീകൾക്ക് ഇന്ന പണി, ആണുങ്ങൾക്ക് ഇന്ന പണി എന്നൊന്നുമില്ല. എല്ലാത്തിനും അച്ഛൻ കൂടും. മീൻ മുറിക്കും, അടിച്ചു വാരും, പാത്രം കഴുകും, മേശ തുടയ്ക്കും. നമ്മളെ കൂടെ എപ്പോഴും അച്ഛനുണ്ടാവും അടുക്കളയിലൊക്കെ. അപ്പോൾ നമുക്ക് എപ്പോഴും അടുക്കളയിൽ വന്നതിന് ഒറ്റപ്പെടൽ തോന്നാറില്ല. ഒരാൾ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവുമല്ലോ. അച്ഛൻ അതൊന്ന് ചെയ്തു തരുമോ ചോദിച്ചാൽ അച്ഛൻ എല്ലാം ചെയ്തു തരും കേട്ടോ. നമുക്ക് പിന്നെ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം പഴുത്ത ചക്ക എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് മുറിക്കേണ്ടതെന്നൊന്നും എനിക്ക് വലിയ വശമില്ല. പക്ഷെ എന്നെക്കൊണ്ട് അറിയുന്ന പോലെ നമുക്ക് ചക്ക തിന്നാൽ പോരെ, അതെങ്ങനെ വെട്ടിയാലും എന്താ അല്ലേ. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ അതൊന്ന് മുറിച്ച് ആക്കി എടുക്കുന്നുണ്ട്. നല്ല വരിക്കച്ചക്കയായിരുന്നു, അടുത്ത വീട്ടിലാൾ കൊണ്ടു തന്നതാണ്. അപ്പം നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതിൻ്റെ പുഴുക്കമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് കഷ്ടപ്പെട്ട് ഒരുവിധം വയർത്ത് കുളിച്ച് ഞാനങ്ങ് ക്ഷീണിച്ചു പോയി. അപ്പം അച്ഛൻ മീൻ മുറിക്കുന്നത് കൊണ്ട് ഈ പണി ഞാനങ്ങ് ഏറ്റെടുത്തു. അപ്പം അച്ഛൻ്റെ കസറ ഈ വൃത്തിയിൽ മുറിക്കും കേട്ടോ മീനൊക്കെ. കുറച്ച് ആവോലിക്കുട്ടി ഉണ്ടായിരുന്നു, പിന്നെ മാന്തളുണ്ടായിരുന്നു, പിന്നെ മത്തി എന്തോ ഉണ്ടായിരുന്നു. ഇതെല്ലാം അച്ഛൻ മുറിച്ച് തന്നു. എന്നിട്ട് നമ്മളത് കുറച്ച് കഴുകിയിട്ട് കുറച്ച് ഫ്രിഡ്ജിൽ നാളത്തേക്ക് കൂടെ ആയിട്ട് വെക്കാറുണ്ട്. അപ്പം ഈ ചക്കപ്പണി തീരുന്നേ ഇല്ല കേട്ടോ. ഞാനാകെ വേർത്ത് ക്ഷീണിച്ചു. അച്ഛൻ അങ്ങനെ പറയുന്നുണ്ട്, മോളെ ഇങ്ങനെയൊന്നും അല്ല മുറിക്കേണ്ടത്, അച്ഛൻ മുറിച്ചിരുന്ന നല്ല ഭംഗിയിൽ മുറിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനതിൽ മെനക്കെട്ട് അതൊന്ന് റെഡിയാക്കി എടുത്തു. പിന്നെ അമ്മ മീനൊക്കെ ഒന്ന് കഴുകിയിട്ട് മീൻ മുറിക്കാൻ പൊരിക്കാൻ വെക്കുന്നുണ്ട്. അച്ഛൻ മത്തി നന്നാക്കിയപ്പോൾ കുറച്ച് മാന്തളം ഉണ്ടായിരുന്നു, അച്ഛൻ അതും കൂടെ നന്നാക്കുകയാണ്. അമ്മ അസലായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. അപ്പം കുറച്ച് മത്തി എടുത്തിട്ട് അമ്മ പൊരിക്കാമെന്ന് കുറേ ആയി മത്തിയൊക്കെ എടുത്ത് പൊരിച്ചിട്ട്. അപ്പോഴത്തേക്ക് ഞാൻ ചക്കയൊക്കെ ഇതാക്കി അതിൻ്റെ എല്ലാ വേസ്റ്റും കൊണ്ട് കളഞ്ഞു. എനിക്ക് അവിടെ ഇങ്ങനെ കുപ്പ പോലെ കിടക്കുമ്പം നമുക്ക് ജോലി ചെയ്യാൻ തോന്നുകയില്ല. അപ്പം ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പച്ചക്കറി മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് വേഗം കൊണ്ട് കളഞ്ഞാളും. എന്നിട്ട് മേശ തുടച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുക. കണ്ടോ, നല്ല അടിപൊളി വരിക്കച്ചക്കയാണ്, നല്ല മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ മാന്തൽ കഴിഞ്ഞിട്ട് അച്ഛൻ ആവോലിയിലേക്ക് കടന്നു. അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കൊരു ഭാഗത്ത് വീട്ടിലുണ്ടായ മാങ്ങ ഇട്ടിട്ട് ഒരു പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ ഫുൾ അണ്ടിയോടെ തന്നെ ഇടും കേട്ടോ. മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ മുഴുവനായിട്ട് വലിയ പീസായിട്ടാണ് വെക്കാറ് നമ്മൾ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെങ്ങനെയാണോ, നിങ്ങൾ അച്ഛൻ എങ്ങനെയാണ്, ഇതുപോലെയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളവിടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക്